ആശാനെ നമ്മുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കണകുണ പരിപാടിയായി പോട്ടോ. എന്നെ കുറ്റം പറയാൻ വരുന്നവരോട് എനിക്ക് ഇത്ര പറയുള്ളൂ. എടാ ഒരു വട്ടമൊക്കെ നീയൊക്കെ പോയി ടൂൾ യൂസ് ചെയ്യും, എന്നിട്ട് എന്റെ അടുത്ത് കൊണയടി. സാറിന് എന്തിന്റെ കഴപ്പാ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കോവാല. അല്ല, നമ്മ അറിയാണ്ട് നടത്താനും ഉറപ്പിക്കാനും മാത്രം എന്ത് സീക്രട്ട് ഇല്ലല്ലോ അറിയണല്ലോ. കഴിഞ്ഞ ദിവസം നമുക്ക് ട്രേഡ് ചെയ്തിട്ട് ഒരു 8000 രൂപക്ക് മുകളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊരു വീഡിയോ ഇട്ടായിരുന്നേ. അതിന് ഇവൻ എവിടുന്ന് വൈദ്യം പഠിച്ചു ആർക്കറിയാം. അപ്പൊ ദേ ഈ മലയാളം വെച്ച് നമ്മളെ വീട്ടിൽ ചൊറിഞ്ഞിരിക്കണ്. ഈ ടൂളിനെ പറ്റിയിട്ട് ഇതിന് മുൻപും സഞ്ജു ടെക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പാവത്തിന് വ്യൂസ് ഒന്നും കിട്ടത്തില്ലല്ലോ ഗൈസ്, എന്നെ പിടിച്ചാലേ വ്യൂസ് കിട്ടത്തുള്ളൂ. ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള സകല തള്ളുകളും പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എടാ ഊള്, ഈ ടൂൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ 8000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി നിന്നെയൊക്കെ കാണിച്ചു തന്നത്. പ്രൊമോഷൻ അല്ലടാ, എനിക്ക് കിട്ടിയ ട്രേഡ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. അതെ അതെ, പ്രൊമോഷനേ അല്ല. ഇൻസ്റ്റാഗ്രാം ബയോയിലും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ പോയിട്ട് ഇത് വാങ്ങ് 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പ്രൊമോഷൻ അല്ല കേട്ടോ, പ്രൊമോഷനേ അല്ല. തലച്ചോറൊന്നും കാണാനേ ഇല്ലായിരുന്നു. അത് പിന്നെ അങ്ങനെ ഒരു സാധനം ഇല്ലാത്തോണ്ടായിരിക്കും. പ്രൈസ് ആക്ഷൻ ഒന്നും വേണ്ട എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. ചെറ്റത്രം പറയാടോ, അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇലൂഷൻ ആണ്. നിന്നെ പോലത്തെ ആൾക്കാർക്ക് കോഴ്സ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റം ആണ്. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഞാൻ എന്റെ 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയാണ്. എടാ നിനക്ക് 5 വർഷമാണെങ്കിൽ ഈ ടൂൾ ഉണ്ടാക്കി എന്റെ മെന്ററിന് 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അയാൾ ഒറ്റ ഒരുത്തനാ യവന്മാരെല്ലാം ചീത്താക്കുന്നത്. ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ചേട്ടന്റെ വെബ്സൈറ്റ് പരിശോധിച്ചതിൽ നിന്നും അദ്ദേഹം ഒരു സെബി രജിസ്റ്റേർഡ് ആരെ അല്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ബെസ്റ്റ് തീരുമാനമായി. ഞാനാ പറഞ്ഞൊന്നും പറഞ്ഞേക്കല്ലേ, സംഭവം സീക്രട്ടാണ്. ഒരു മാസമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിനക്കും എന്തായാലും സെബി രജിസ്ട്രേഷൻ ഉണ്ടാവില്ല. ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ല, പിന്നെ സെബി രജിസ്ട്രേഷൻ. കുറെ കടുവാ കളിക്കാരെയും കവാത്തുകാരെയും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല കലാകാരന്മാരെ അവഹേളിക്കാൻ. കഴിക്കാത്ത ഫുഡിനെ കുറിച്ച് നമ്മൾ ടേസ്റ്റ് പറയത്തില്ല, ആ അവസ്ഥയാണ് ഇവ കിടന്ന് പറയുന്നത്. ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ആരും എലിവിഷം ഒന്നും വാങ്ങി കഴിക്കില്ല ബ്രോ. കണ്ടും കൊണ്ടും നിന്നില്ലെങ്കിൽ അടിച്ചു നിന്റെ ഏപ്പിയാന്തിരിക്കും. മിസ്റ്റർ സഞ്ജു ടെക്കി, മിസ്റ്റർ വിനയ് കോണേഷ്, ഓൾറെഡി പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ള ബ്ലൈൻഡ്ലി പാസ്റ്റ് പ്രൈസ് ആക്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സിഗ്നൽസ് കാണിച്ചു തരുന്ന നിന്റെ പാട്ട ഇൻഡിക്കേറ്ററിന് അത് കൂട്ടിയേ കൂടില്ല. ഇവൻ പറഞ്ഞ ശരിയാട്ടാ, നമ്മുടെ ടൂളിനെ കൂട്ടി അങ്ങ് കൂടത്തില്ല. രാവിലെ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് എനിക്കൊരു 10-12,000 രൂപ പ്രോഫിറ്റ് കിട്ടി. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോ ഒരു 24,000 രൂപ കിട്ടി. ഇത് രാവിലെ ട്രെയിൻ കിട്ടി, ഇത് ഉച്ചക്ക് ട്രെയിൻ കിട്ടി. സാർ ഇത്രയും വലിയ ഉടായിപ്പായിരുന്ന? എനിക്ക് അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നല്ല സെറ്റപ്പാന്നൊക്കെ പറഞ്ഞു പോയില്ലേ. ഇൻഡിക്കേറ്റേഴ്സും വെച്ചുകൊണ്ട് മൾട്ടി ടൈപ്പ് ഫ്രെയിം അനാലിസിസ്. ഈ മരവാഴയോട് പറഞ്ഞിട്ട് കാര്യമില്ല കൈ. ആ പൊട്ടം പറയണ കേട്ട് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചാലോ? സഞ്ജു ടെക്കി ഒരു പാട്ട ഇൻഡിക്കേറ്റർ കൊണ്ടുവച്ച് ഒരുപാട് കള്ളങ്ങളും പറഞ്ഞ് അത് വിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 15B ഓഫ് സെബി ആക്ട്. എടാ നീ ഈ സെക്ഷൻ പറഞ്ഞ ആരെ പേടിപ്പിക്കുന്ന? ആവേശം മൂത്ത് വല്ലതും പറഞ്ഞാൽ നിന്റെ ഈ സകല ഗ്ലാബറോടും കൂടി ഈ കറുത്ത കണ്ണാടി അടക്കം നിന്റെ കരണക്കുറ്റി അച്ഛൻ അടിച്ചു പൊട്ടിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന റീൽസുകളും വീഡിയോകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇവർക്ക് സെബിയുടെ സർട്ടിഫിക്കേഷൻ വേണം. മാർക്കറ്റ് ബ്രോക്കർമാരോ ഇവരെ സ്വാധീനിച്ചാൽ അവർക്കെതിരെയും നടപടിയുണ്ടാകും. സങ്കടം കൊണ്ടാ ആ വിവേകൊക്കെ ഞാൻ പറഞ്ഞത്. ഇനി മേലെ അങ്ങനെ ഉണ്ടാവില്ല. കാല് പിടിക്കാൻ ഞാൻ എന്നെ രക്ഷിക്കണം. ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ, ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ.